ഹായ് അസ്സലാമു അലൈക്കും. ചങ്ങായിമാരെ സുഖം എല്ലാവർക്കും. ഞങ്ങളിപ്പോൾ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കൾ കൊല്ലാൻ ശ്രമിച്ച സ്ഥലത്തേക്കാണ്. പാറക്കല്ല് തള്ളിയിട്ടിട്ട് നബീനെ കൊല്ലാൻ ശ്രമിച്ച സ്ഥലത്തേക്കാണ് പോകുന്നത്. ആ കല്ല് തള്ളിയിട്ട കല്ല് ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ് തടഞ്ഞ് നിർത്തിയത്. അത് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ദേ ഈ സൈഡിൽ കാണുന്ന ഒരു ചെറിയൊരു ബിൽഡിംഗ് ഒക്കെ പൊളിച്ച പോലെ ഇല്ലേ, അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താഴെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് മുകളിൽ നിന്ന് ശത്രുക്കൾ പാറക്കല്ല് ഉരുട്ടിയത്. ആ കല്ല് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ആ കല്ലിനെയാണ് ജിബ്രീൽ അലി ഇസ്ലാം എന്ന മലക്ക് തടഞ്ഞു നിർത്തിയത്. ആ നിർത്തിയ കല്ല് ഇപ്പോൾ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ദേ ആ കാണുന്ന പാറക്കല്ല് കണ്ട, ഒരു പാറക്കല്ല് അവിടെ നിന്നിട്ട് കണ്ട, ഒരു പാറക്കല്ല് അവിടെ നിൽക്കുന്ന കണ്ടില്ലേ, അതാണ് ആ പാറക്കല്ല്. അൽഹംദുലില്ലാഹ് ഇത് കാണാനുള്ളൊരു ഭാഗ്യം പഠിച്ചവൻ തന്നു, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇതാണ് ആ കല്ല്. പണ്ടത്തെ ഒരുപാട് ചരിത്രങ്ങൾ ഓർന്ന സ്ഥലം കൂടിയാണ് പരിശുദ്ധമാകപ്പെട്ട തായിഫിലാണ് ഇതൊക്കെ ഉള്ളത്. ഞങ്ങളിന്ന് തായിഫിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കാമ് സിയാറത്തും ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ പള്ളിയും ലൈബ്രറി ഒക്കെ കണ്ടു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരെന്നറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയുടെ മോനാണ്. 13 വയസ്സിലേക്കുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കാമിലെത്തി സിയാറത്തൊക്കെ ചെയ്ത് അൽഹംദുലില്ലാഹ് റാഹത്തായി. ഇവിടുന്ന് ഞങ്ങൾ നേരെ മീക്കാത്തിലേക്ക് പോയി ഇഹ്റാമൊക്കെ കെട്ടി. മീക്കാത്ത് എന്ന് പറയാൻ അറിയില്ലേ, ഹാജിമാർ വന്നിറങ്ങുന്ന സ്ഥലം, ഹാജിമാർ ഏറാൻ കെട്ടുന്ന സ്ഥലമാണ് മീക്കാത്ത്. അപ്പോൾ അൽഹംദുലില്ലാഹ് നിങ്ങൾക്കിതുപോലെ വരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.